വഴി അഹദിൽ ചേരണം. റസൂലുള്ള വഴി അല്ലെങ്കിൽ മദീശറദാന് വഴി അഹദിൽ ചേരുക എന്ന ഒരു വിഷയത്തിൽ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലെങ്കിൽ നമ്മുടെ രോഗം മാറ്റി കച്ചവടം ശരിയായി വിസ ശരിയാക്കി ആരെ കൊണ്ട് അവനെ കൊണ്ട് ആരെ റിഫായി ചെയ്യുന്നതിനെ കൊണ്ട് അള്ളാഹു നമ്മൾ കാത്തിരിച്ചുമാർ. നമ്മൾ പൊട്ടന്മാരായതാണ്, കടപ്പൊട്ടന്മാർ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. അതൊക്കെ നടക്കാതിരിക്കുക എന്ത് വേണേലും ആയിക്കോട്ടെ. കച്ചവടമാണോ വലുത്? ചിലപ്പോൾ ആ കച്ചവടം നടക്കാത്തതുകൊണ്ടായിരിക്കും അള്ളാഹു തആല നമുക്കൊരു ദർജ വെച്ചിട്ടുണ്ടാവുക. ദ്വാരന്ന് അത് ദർജ ഒഴിവാക്കി. കാരണം അത് അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ എന്തോ ഒരു നമുക്ക് പ്രയാസം എന്ന് തോന്നുന്ന ഒരു സംഭവത്തിലായിരിക്കും നമുക്ക് വിജയം. അത് ദ്വാരന്ന് ടെട്ടങ്കറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. മാറ്റിയോട് കൂടെ വിജയം പോയി. ഇവൻ ദ്വാരന്ന് പഠിച്ചവനെങ്കിൽ നന്നാവണം ദ്വാരന്നിട്ടാണ് ഇവൻ ഈ പ്രയാസം കൊടുത്തത്. ആ പ്രയാസത്തിലൂടെ നന്നാവാൻ ആ പ്രയാസം ഇവനുള്ള ഒരു എൻട്രി പോയിന്റ് ആയിരുന്നു. ദ്വാരന്ന് എൻട്രി പോയിന്റ് ക്ലോസ് ചെയ്ത് അവിടെ അല്ലാഹു തആല എൻട്രി പോയിന്റ് അടച്ചു. ഇവൻ എങ്ങനെ ചങ്ങായി നന്നാവാ? ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ്. നമ്മളൊരു ഉപരിപ്ലവമായ ഒരവസ്ഥയാണ് നമുക്ക് എപ്പോഴും. മഹാന്മാരെ കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. മഹാന്മാരെ കൊണ്ട് അല്ലാഹു തആല നമുക്ക് മഹാന്മാരോട് പ്രേമം ആ ഒരവസ്ഥ അല്ലാഹു നൽകുമാറാവട്ടെ. ദുനിയാവ് മഹാന്മാരെ കൊണ്ട് തേടി വാങ്ങിയിട്ട് ആ മഹാന്മാർ ഈ ദുനിയാവിൻ്റെ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ആ ദുനിയാവാണ് അവരെ കൊണ്ട് നമ്മൾ തേടുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്, തെറ്റാണെന്നല്ല. പക്ഷെ ആ മഹാന്മാരെ കിട്ടൂല, ഹബീബിനെ കിട്ടൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിലേക്ക് എത്തുകയില്ല. കാലാകാല ദുനിയാവ് റസൂലുള്ളാഹ് ചത്ത ആടാണെന്ന് ഉപമിച്ച ആ ഒരു ദുനിയാവ് ഇങ്ങനെ അവരെ കൊണ്ട് തേടി കാലാകാലം തീർക്കുക എന്നതല്ലാതെ